ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പത്രോസ് 1:7. 1 പത്രോസ് 1:7. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന. അതാണ് കേട്ടാ പറഞ്ഞ അഗ്നിശോധന വരണം കണ്ടില്ലേ? അല്ല, മാതാപിതാക്കന്മാരിൽ നിന്ന് പാരമ്പര്യ വിശ്വാസം കിട്ടിയാൽ അത് റോ ഫെയ്ത്താ. ഇനി ഇതിന് എന്ത് ചെയ്യണം? അഗ്നിശോധനകളാണ്, വേറെ മാർഗമൊന്നുമില്ല. കുളിച്ചാൽ ശരിയാകത്തില്ല, തീ തന്നെ വേണം ഇതിന് സംഭവം. അഗ്നിശോധന തരണം. അഗ്നിശോധന എന്ത് ചെയ്യണം? അതിജീവിക്കുകയും ചെയ്യണം. അഗ്നിശോധന കത്തിപ്പോയാൽ പോയി. അഗ്നിശോധനയെ എന്ന് പറഞ്ഞ് അഗ്നിശോധനയെ അതിജീവിക്കുന്ന. 1 പത്രോസ് 1:7. ഏറ്റു പറഞ്ഞ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. പരീക്ഷകളെ അതിജീവിക്കണത് വിശ്വാസമുണ്ട്. പിന്നെ പരീക്ഷകളെ അതിജീവിക്കുന്ന പ്രത്യാശയുണ്ട്. പരീക്ഷകളെ അതിജീവിക്കുന്ന ദൈവസ്നേഹമുണ്ട്. ഈ പരീക്ഷകളെ അതിജീവിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ നിലവാരത്തിലേക്കാണ് ഈ ജോസിന വളർന്നു വന്നിരിക്കുന്നത്. എന്താ പറയണത്? ഇവളെ കർത്താവുമായിട്ട് സെൽഫി എടുത്ത് സങ്കടം വരുമ്പോൾ ഈ സെൽഫി നോക്കി ആ ദൈവസ്നേഹത്തിൽ ജീവിക്കുന്നയാളാണ്. അപ്പോൾ അവൾ നേരത്തെ പറയുകയാണ്, എങ്ങാനും ഞാൻ എൻ്റെ നട്ടിൽ വളഞ്ഞിരിക്കണ കാരണം എനിക്ക് മെഡിക്കൽ ടെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ പറഞ്ഞ് ഞാൻ എൻ്റെ പേരിൽ നിൻ്റെ അടുത്ത് വാക്കിടാനോ വഴക്കുണ്ടാക്കാനോ പ്രാർത്ഥന കുറക്കാനോ ഒന്നും ഞാൻ തയ്യാറല്ല. അത് നേരത്തെ പറയണം. അതാണ് വിഷയം. മുൻകൂർ നടന്നിട്ട് പറയണം, നേരത്തെ പറയുകയാണ്. ജാമ്യം എടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിക്കലിന് തോക്കണത് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കത്തില്ല. അതാണ് ഈ അതിജീവിത ദൈവസ്നേഹം എന്ന് പറയണത്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും പല ആൾക്കാരുടെയും വിശ്വാസത്തെയും ദൈവസ്നേഹത്തെയും ഒന്നും ദൈവം അംഗീകരിക്കണില്ല. അതാണ് ഏറ്റവും ഒരു പ്രശ്നം. ദൈവം ഈ റോ ഫെയ്ത്ത് ആണെങ്കിൽ, ഇപ്പം അപ്പന്മാരിൽ നിന്ന് കിട്ടിയ വിശ്വാസമാണ്, അല്ലെ പള്ളിയിൽ നിന്ന് കരിസ്ത് കിട്ടിയ വിശ്വാസമാണെങ്കിൽ ദൈവം പറയും ഇറ്റ്സ് ഓക്കെ, അത് നിനക്ക് അതിൻ്റെ അകത്ത് മുതൽ മുടക്കമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. വാട്ട് ഈസ് യുവർ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ചോദിക്കും. അത് ഭയങ്കര ചോദ്യമാണ്. അപ്പൻ്റെക്കൊന്ന് കിട്ടിയ വിശ്വാസമാണെന്ന് പറയുമ്പോൾ ദൈവം ചോദിക്കും വാട്ട് ഈസ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ പറയും ബബ്ബ ജപ ഒരു സാധനം ഇല്ല എൻ്റെ അകത്ത്. അത് ഭയങ്കര ഗതികെട്ട ജീവിതമാണ്. നീ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും ഈ വിശ്വാസം കൊണ്ട് അപ്പനുണ്ടാക്കിയ വിശ്വാസം മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ നിനക്ക് ഇനി അടുത്ത ടെസ്റ്റൊന്നും എഴുതാൻ പറ്റത്തില്ല. യു ആർ നോട്ട് എലിജിബിൾ. അതാണ് വിഷയം. കാര്യം 15 വയസ്സ് വരെയൊക്കെ ഓക്കെയാണ്. 12 വയസ്സാണ് സുവിശേഷത്തിലെ വയസ്സെന്ന് പറയണത്. കർത്താവ് തർക്കിക്കാൻ പോയത് എന്നാണ്. 12 വയസ്സിലല്ലേ? ഇപ്പം 12 വയസ്സാണ് ഇതിൻ്റെ അകത്ത് ഈ അപ്പൻ്റെ അമ്മയുടെയും വിശ്വാസം സൂക്ഷിക്കാൻ പറ്റുന്നൊരു കാലം. 13ാം വയസ്സിൽ നീ കയറിക്കഴിഞ്ഞാൽ സ്വന്തം വിശ്വാസം വെക്കേണ്ടി വരും. നീ പ്രാർത്ഥിക്കുക പറയും, നിൻ്റെ വിശ്വാസം വെക്കാൻ പറയും. എൻ്റെ വിശ്വാസം ഒന്നും ആയില്ലെന്ന് പറയും. എന്താ കാര്യം? അതായത് നിൻ്റെ വിശ്വാസം നിനക്ക് വേണമെങ്കിൽ 1ാം ക്ലാസ് മുതൽ വെക്കാവുന്നേ ഉള്ളൂ. കാര്യം 1ാം ക്ലാസ്സിൽ നിൻ്റെ അടുത്തിരുന്ന് പരീക്ഷ എഴുതുന്ന കുഞ്ഞിനെ നിന്നേക്കാൾ നീ പഠിച്ചിട്ടും അത്രയും മാർക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ നിന്നെ 1 മാർക്ക് വെച്ച് നിന്നെ ആക്കാൻ നോക്കുകയും നിൻ്റെ ക്ലാസ് ടീച്ചർ ചിലപ്പോൾ നിന്നെ ഇഡിയറ്റ് ബസ്റ്റാർഡെന്നൊക്കെ വിളിക്കും മാർക്ക് കുറയുമ്പോൾ. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലാസ്സിലൊരു 90% മാർക്കുള്ള 5 പിള്ളേരുടെ കൂട്ടത്തിൽ നിന്നെ അവരിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് നീ അത് ഉയരാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ തോന്നിയ മാസം വിളിക്കണത്. അവിടെ ഉള്ളിലൊരു സ്നേഹവും ഒരു കരുതലുമൊക്കെ ഉണ്ട്. പക്ഷെ അത് അവർ പ്രകടിപ്പിക്കണ തക്ക വിളിച്ചുകൊണ്ടായിരിക്കും. അത് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം നമ്മൾ 1-2 ക്ലാസ്സിനെ എവിടെയെങ്കിലും തോറ്റാലും എൻ്റെ മക്കൾ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയണത് ഒരു ഇൻസിഡൻ്റ് അനന്തരമായിട്ടുള്ള ആത്മീയത, ഒരു വിഷയാനന്തരാധ്യായം. ഇപ്പം
വിഷയാനന്തര ആധ്യാത്മികത ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് പ്രത്യേകിച്ചൊരു നെഗറ്റീവ് ഇൻസിഡൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതിന് ശേഷം അവശേഷിക്കുന്ന ഇപ്പം നിങ്ങളുടെ അപ്പൻ മരിച്ചു അല്ലെങ്കിൽ അമ്മ മരിച്ചു. ഇതൊക്കെ നേരത്തെ നിങ്ങളെ അപ്പനും അമ്മയും നമുക്ക് അമ്മ ആവട്ടെ തന്നെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആദ്യമേ തന്നെ ബോധവും ബുദ്ധിയുള്ളപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആൾക്കാരെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഗുഡ് ബൈ പറഞ്ഞ് പിരിയേണ്ടതാണ്. അത് ക്ലിയർ. ആദ്യമേ ചിന്തിക്കണം നമ്മൾ. ഇപ്പം ഞാൻ എൻ്റെ അപ്പനും അമ്മയും കൂടി ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കരമായ ഒരു വിഷമ കാലത്ത് ജീവിക്കുകയാണ്. അപ്പം ഞാനപ്പം 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പം അപ്പനും അമ്മയും ഉണ്ട് കൂടെ. അപ്പം ഞാൻ പറയും നമുക്ക്, അപ്പം അന്ന് ഞങ്ങൾക്ക് നല്ല വീടൊന്നുമില്ല. അപ്പം ഞാൻ പറയും സാരമില്ല, ഞാൻ വലുതാകുമ്പോൾ നിങ്ങൾക്ക് സിമിത്തേരി നല്ല വീട് കെട്ടിത്തരാമെന്ന് പറയും. എന്നിട്ട് അപ്പനത് ഒരു 4-5 കൊല്ലം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പം പറഞ്ഞു കേട്ടല്ലേ എനിക്ക് സിമിത്തേരി വീട് കെട്ടാമെന്ന് പറഞ്ഞിരിക്കണമെന്ന്. പക്ഷെ എനിക്കും ഈ ആൾക്കാർ മരിക്കുന്നതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു. 10ാം ക്ലാസ് ആകുമ്പോൾ തന്നെ അപ്പം മരിച്ചുപോയി. നിങ്ങൾ പല ആൾക്കാരും ഇങ്ങനെ ആരെങ്കിലും പ്രിയപ്പെട്ടവർ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യവും പറഞ്ഞുകൊണ്ട് പിന്നെ കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ നടക്കും. ഈ ഒരു സാധനത്തെ നിർത്തി കത്തിക്കും ദൈവം. കാര്യം എന്താണെന്ന് വെച്ചാൽ വിഷയം അതായത് ഈ വന്നു കയറിയ ആൾക്കാർ എപ്പോഴായാലും ഇറങ്ങിപ്പോകും. ഒരു സംശയമില്ല അതിൻ്റെ അകത്ത്. ഇതിനകത്ത് വരുന്ന വിഷയം എന്ന് പറയുന്നത് എല്ലാ കാര്യവും അങ്ങനെയാണ്. സൗന്ദര്യം കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിപ്പോവും. എന്തെല്ലാം ആർജിച്ചിട്ടുണ്ടോ അതെല്ലാം ഇറങ്ങിപ്പോവും. നമ്മൾ എങ്ങനെ പിടിച്ചു വെച്ചാലും ഇറങ്ങിപ്പോവും. അപ്പം അതുകൊണ്ട് ഈ സാധനം ഇറങ്ങിപ്പോകുന്ന ആദ്യമേ നമ്മൾ കൗണ്ട് ചെയ്താൽ പ്രശ്നം തീർന്ന്. വന്നവരെല്ലാം പോകേണ്ടവരാണെന്ന്, വന്നതെല്ലാം പോകേണ്ടതാണെന്ന് ഒരു ധാരണ ഉണ്ടാകണം. അതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ മേക്കെട്ട് കയറരുത്. കുറേ പന്നികളുടെ സ്ഥിരം ബിസിനസ് ഇതാണ്. എന്തെങ്കിലും ഇടറുണ്ടായാൽ ഉടനെ പ്രാർത്ഥന മുടക്കും, ഉടനെ പള്ളിപ്പോക്ക് മുടക്കും, ഉടനെ കുമ്പസാരം മുടക്കും, ഉടനെ കുർബാന മുടക്കും. അപ്പം തോറ്റില്ലേ നമ്മൾ? ദൈവം എന്താണ് കൊതിക്കണത് നിങ്ങൾക്കറിയാവോ? ദൈവം കൊതിക്കണത് ഇത് കഴിഞ്ഞിട്ട് എന്താണ് പെർസിസ്റ്റ് ചെയ്തിരിക്കണത്. ഈ ശോധന കഴിഞ്ഞതിന് ശേഷം, ഈ പരീക്ഷണം കഴിഞ്ഞതിന് ശേഷം അതിജീവിച്ചിരിക്കണത് എന്താണെന്ന് നോക്കൂ. എൻ്റെ ദൈവവേദന അതിൽ ഒത്തിരി ആൾക്കാരും. അതുകൊണ്ടാണ് ഈശോ ചോദിക്കണത്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അപ്പോൾ ഈ കണ്ട ആൾക്കാരെല്ലാം കൂടി തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുന്നതും വ്യാഖ്യാനിച്ചിരിക്കുന്നതും ഈ പറഞ്ഞ അന്ത്യകാലങ്ങളിൽ കർത്താവ് വരണ കാര്യം. അന്ത്യകാലങ്ങൾ വരണ മാത്രമല്ല, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം ടെസ്റ്റ് ചെയ്യണത് വിശ്വാസമായിരിക്കും. ദൈവം എങ്ങനെയും വരാമല്ലോ ദൈവത്തിന്. നിനക്കൊരു പ്രൊമോഷൻ തന്നുകൊണ്ട് നിനക്ക് ദൈവത്തിന് വരാം. നിനക്ക് തരാനുള്ള പ്രൊമോഷൻ കളഞ്ഞുകൊണ്ടും ദൈവത്തിന് വരാം. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയണത്, ജോസിനെ അങ്ങനെ പറയണത്. ഞാൻ വളഞ്ഞ നട്ടലുമായിട്ടാണ് ഞാൻ ടെസ്റ്റും കഴിഞ്ഞ് ഇറങ്ങണമെങ്കിലും നമ്മളുള്ള സ്നേഹത്തിന് യാതൊരു കുഴപ്പമുണ്ടാകത്തില്ലെന്ന് പറയും. എന്താണ് ആ വിശ്വാസം, ആ സ്നേഹം? അതുപോലെ തന്നെ കാര്യം എൻ്റെ സ്നേഹം, നമ്മളുള്ള സ്നേഹം എൻ്റെ വളഞ്ഞ നട്ടലിൽ അടിസ്ഥാനപ്പെടുത്തിയല്ലേ ഇരിക്കണത്. അത് നമ്മളുള്ള ആന്തരികമായ ബന്ധമാണത്. ഇതാണ് അതിജീവിത വിശ്വാസം എന്ന് പറയണത്. എൻ്റെ ദൈവത്തിൽ ഇതുപോലെ ഇപ്പം എന്ത് സംഭവം എന്നറിയാവോ? ഉള്ള എക്സ്റേ മുഴുവനും വളഞ്ഞ നട്ടലുമായിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് 2 റിജക്റ്റായി. മൂന്നാമത്തെ കയറാൻ പോകുമ്പോഴാണ് ഈ ഡയലോഗ് ഫിറ്റ് ചെയ്യണത്. പക്ഷേ ഇവിടെ ഇറങ്ങി വരുമ്പോഴുണ്ടല്ലോ നട്ടല് നേരെയാകും. അതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം. ദൈവത്തിനൊന്നും അസാധ്യമല്ല. പക്ഷേ ഇവൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമുണ്ട്. ഇവൾ ഈ ഡയലോഗ് ആദ്യമേ പറഞ്ഞപ്പോൾ തന്നെ സംഗതി അവൾ ജയിച്ചു. അവിടെ വളഞ്ഞ നട്ടല് നേരെയായി. എന്താ കാര്യം? ഈ വിഷയത്തിൻ്റെ പേരിൽ എൻ്റെ നട്ടല് വളഞ്ഞിരുന്നാൽ പോലും നമ്മളുടെ സ്നേഹത്തിന് യാതൊരു കുഴപ്പമുണ്ടാകത്തില്ലെന്ന്. അപ്പോൾ ഉടനെ എന്താ പറയുക? യഷ്റൂം എന്ന് വിളിക്കും. യഷ്റൂം, ഇതാണ് യഷ്റൂം. എന്താ കാര്യം? എന്താ? നീ എന്നെ കിട്ടിയ ഭൗതിക ആനുകൂല്യങ്ങളുടെ ഏറ്റക്കുറച്ചിൽ വെച്ച് നീ എന്നെ അളന്നില്ല യഷ്റൂം. നിൻ്റെ സ്നേഹം നിൻ്റെ ഭൗതിക ആനുകൂല്യത്തൊക്കെ വലുതായി നീ എന്നെ കണ്ടു. അതുകൊണ്ട് വാനമേഘങ്ങളിലൂടെ മേഘത്തിൻ്റെ ചിറക് വീശി
നിൻ്റെ കൈ പിടിക്കാൻ നട്ടൽ നേരെയാക്കാൻ ഞാൻ വരുന്നു. ആ അഭിഷേക വചനങ്ങൾ വരിക തിരിച്ചു വരികയും. പരിശുദ്ധ കൃപാസന മാതാവിനും യേശുവിനും 1000 നന്ദി. എൻ്റെ പേര് വൈഷ്ണവി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ അമ്മ പറഞ്ഞറിഞ്ഞിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 2019 MBBS പഠിക്കാനായിട്ട് വിദേശത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ യുക്രൈനിലാണ് പോയത്. അവിടെ പോയി കഴിഞ്ഞ് 2019 പകുതിയായപ്പോൾ തന്നെ കോവിഡ് കാരണം തിരിച്ചു വരേണ്ടി വന്നു. പിന്നെ ഒന്ന് ശരിയായി തിരിച്ചു പോയി. അവിടെ ഒന്ന് പഠിച്ചു തുടങ്ങിയപ്പോഴത്തേക്കിന് പിന്നെ യുക്രൈൻ റഷ്യ യുദ്ധം കാരണം പിന്നെയും തിരിച്ചു വരേണ്ടി വന്നു. അങ്ങനെ കൂടുതൽ സമയം ഒരു 3rd ഇയർ വരെ ഞാൻ ഓൺലൈനായിട്ടായിരുന്നു പഠിച്ചത്. ആ സമയത്ത് ഒത്തിരി ആൾക്കാരുടെ പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നു. അതായത് ഇനി കോളേജിൽ പോകാൻ പറ്റുമോ, കോളേജ് ഇനി പഠിത്തം നിനക്ക് പഠിക്കാൻ പറ്റുമോ, നിനക്ക് ഇവിടെ തന്നെ ഡിഗ്രി ഏതെങ്കിലും ചെയ്താൽ പോരായിരുന്നോ, അങ്ങനെയൊക്കെ. അങ്ങനെ പെട്ടെന്ന് ഒരു 7 മാസം ഞാൻ നാട്ടിൽ തന്നെ നിൽക്കേണ്ടി വന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ഇൻറ്റേൺഷിപ്പിനായിട്ട് പോവുമായിരുന്നു. പിന്നെ പെട്ടെന്ന് കുറച്ച് ഫ്രണ്ട്സ് വേറെ കൺട്രിയിലോട്ട് ട്രാൻസ്ഫർ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാനും വേറൊന്നും നോക്കിയില്ല, അധികം ഒന്നും ചിന്തിച്ചില്ല, എങ്ങനെയും പഠിത്തം പൂർത്തീകരിക്കണം അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി മോൾഡോവ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ എടുക്കുകയായിരുന്നു. ഞാൻ മോൾഡോവയിൽ 4th ഇയറിലാണ് ജോയിൻ ചെയ്തത്. പിന്നെ ഞാൻ മോൾഡോവയിൽ ചെന്ന് 4th ഇയർ പകുതിയായപ്പോഴാണ് എൻ്റെ അമ്മ ആദ്യമായിട്ട് എനിക്കൊരു സാക്ഷ്യം ഇട്ട് തന്ന് എന്നോട് പറയുന്നത്, നീ ഇതൊന്ന് കേട്ട് നോക്ക്, ഞാനിത് കേട്ടതാ, ഞാൻ കൃപാസനത്തിലൊന്ന് പോയി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു മോൾഡോവയിൽ. അങ്ങനെ ആ ഫ്രണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതായിരുന്നു. ആ ഫ്രണ്ടിൻ്റെ കയ്യിൽ എൻ്റെ അമ്മ ഇവിടുത്തെ ബുക്കും ഉപ്പും ഒക്കെ കുറച്ച് കാര്യങ്ങൾ തന്നു വിട്ടു. ഞാനങ്ങനെ ആദ്യമായിട്ട് ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുക്കുന്നത്. ആദ്യമൊക്കെ അങ്ങനെ അധികം അറിയാത്തതുകൊണ്ട് രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ നാട്ടിൽ വന്നു. ഞാൻ ഇവിടെ അമ്മയുടെ കൂടെ നാട്ടിൽ വന്ന ഉടനെ തന്നെ ഞാൻ കൃപാസനത്തിൽ വന്നായിരുന്നു. ഇവിടെ വന്ന് ഞാൻ പിന്നെ ഇവിടെ വന്ന് NRI ഉടമ്പടി എടുത്തു. അങ്ങനെ അമ്മയുടെ കൂടെ ഇരുന്ന് ഞാൻ നാട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് പിന്നെ അതെനിക്കൊരു ഇതായി മാറി. ഞാൻ പിന്നെ 6th ഇയറിൽ ലാസ്റ്റ് ഫൈനൽ ഇയർ ആയപ്പോൾ എല്ലാം ഫുള്ള് രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു, വൈകിട്ട് വരുമ്പം പ്രാർത്ഥിക്കുമായിരുന്നു. ചില ദിവസങ്ങളിൽ എനിക്ക് ക്ലാസ് രാവിലെ ഉള്ള സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, എന്നാലും ഞാൻ വൈകിട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കും. അവിടുത്തെ ഓരോ എക്സാം എഴുതാൻ പോകുമ്പോഴും ഞാൻ ഇവിടുത്തെ കുഞ്ഞ് ലോക്കറ്റും രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ച് എൻ്റെ കൂട്ടുകാർക്കും വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞാൻ പോകുന്നത്. അങ്ങനെ നാട്ടിൽ ഞാൻ ഈ വർഷം ജൂണിലാണ് ഞാൻ ഗ്രാജുവേറ്റ് ആയത്. നാട്ടിൽ വന്ന് പുറത്ത് പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു എക്സാം നാട്ടിൽ ഇന്ത്യയിൽ പാസ്സായാൽ മാത്രമേ നമുക്കിവിടെ ലൈസൻസ്ഡ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ എക്സാം വർഷത്തിൽ 2 വട്ടം മാത്രമാണ് നടക്കുന്നത്. ഭയങ്കര പാസിംഗ് പെർസെൻറ്റേജ് ഭയങ്കര കുറവുള്ളൊരു എക്സാമാണ്. ഇത്രയും നാളിൽ ഒരിക്കലും ഒരു 25% കൂടുതൽ ഒരിക്കലും ഒരു ഇതുവരെയുള്ള എക്സാമിനേഷന് പാസിംഗ് പെർസെൻറ്റേജ് പോയിട്ടില്ല. എത്ര പഠിക്കുന്ന കുട്ടികളാണേലും 150 മാർക്കാണ്. 300 മാർക്സിലാണ് എക്സാം. ഇത് MCQ എക്സാമാണ്. 150 മാർക്സാണ് ബോർഡർ ലൈൻ എന്ന് പറയുന്നത്. 150 മാർക്ക് കിട്ടിയാൽ പാസ്സാകും. പക്ഷെ കുറേ കുട്ടികൾ എത്ര പഠിച്ചിട്ടാണേലും 149 മാർക്കിൽ വന്ന് അവർ കൊണ്ട് നിർത്തും. ഈ എക്സാമിന് റീവാലുവേഷനോ അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ക്വസ്റ്റ്യനാണ് വന്നതെന്ന് നമുക്ക് പിന്നെ അവർ ഇട്ട് തരുകയോ ആൻസർ കീയോ അങ്ങനെ ഒന്നുമില്ല. അവർ പബ്ലിഷ് ചെയ്ത മാർക്ക് അതാണ് നമ്മുടെ മാർക്ക്. അതിൽ പിന്നെ നമുക്ക് ഒരു ചോദ്യം ഇല്ല. അതിൽ കിട്ടിയില്ലേ പിന്നെ അടുത്തതിന് പഠിക്കുക, അല്ലാതെ വേറെ ഒരു ഓപ്ഷനും നമുക്കില്ല. അങ്ങനെ കുറേ വർഷങ്ങൾ ഇതിനായിട്ട് പഠിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. അപ്പം നാട്ടിൽ വന്നിട്ടുള്ള മെയിനായിട്ടുള്ള എല്ലാവരുടെയും ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചിട്ട് വന്നേനല്ല, ഞാൻ 6 വർഷം പഠിച്ചിട്ട് വന്നേനല്ല, ഇവിടെ വന്ന് നിനക്ക് ഈ എക്സാം പാസ്സാവാൻ പറ്റുമോ, നിൻ്റെ ആരും ഇതുവരെ പാസ്സായിട്ടില്ല, ഇങ്ങനെ തന്നെയായിരുന്നു ഞാൻ തുടക്കം തൊട്ടേ കേട്ടോണ്ടിരുന്നത്. ഇങ്ങനെ ഞാൻ ജൂലൈയിലാണ് ഈ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങിയത്. 19 സബ്ജക്റ്റാണുള്ളത്. ഈ 6 മാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു. ഞാൻ പഠിക്കും. ഒരു നവംബറൊക്കെ ആകുമ്പോഴത്തേക്കിന് ടീച്ചേഴ്സ് പറയും, ഞാൻ ഓൺലൈനായിട്ടാണ് കോച്ചിങ് എടുത്തത്, ടീച്ചേഴ്സ് പറയും നവംബറൊക്കെ ആകുമ്പോഴത്തേക്കിന്
റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഒരു 4 റിവിഷൻസ് എങ്കിലും 3 to 4 റിവിഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ എക്സാം പാസ്സാവാൻ പറ്റത്തുള്ളൂ. അത്ര കോൺസെപ്റ്റ്സ് ഭയങ്കര ക്ലിയർ ആയിരിക്കണം. വെറുതെ കാണാതെ പഠിച്ചുകൊണ്ട് പോയാൽ ഇപ്പോൾ ഈ എക്സാം പാസ്സാവാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഒരു 2-3 വർഷമായിട്ട് ഈ എക്സാമിൻ്റെ ലെവല് FMG ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണെങ്കിൽ പോലും നീറ്റ് PGയുടെ ലെവലിലാണ് ഇപ്പം ക്വസ്റ്റ്യൻസ് വരുന്നത്, എയിംസിൻ്റെ ലെവലിലാണ് വരുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് പറയും ചുമ്മാ കാണാതെ പഠിച്ചു പോയി ഒരിക്കലും എഴുതാൻ പറ്റില്ല, MCQ പ്രാക്ടീസ് ചെയ്യണം, അത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ ആയാൽ മാത്രമേ പാസ്സാവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നവംബറൊക്കെ ആകുമ്പോഴത്തേക്കിനും എല്ലാവരും ഞങ്ങൾക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ആ സമയത്താണെങ്കിൽ പോലും ഞാൻ അത്രയും നാൾ പഠിച്ച ജൂലൈ തൊട്ട് ഒക്ടോബർ തൊട്ട് പഠിച്ച പോലും ചില സബ്ജക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഞാൻ നവംബർ തൊട്ട് പിന്നെയും അത് തന്നെ ഇരുന്ന് പഠിക്കുക. ഡിസംബറിൽ ഞാൻ ഒരു വട്ടം ഫുൾ സബ്ജക്ട്സ് തീർത്തു. അപ്പം ഞാൻ വിചാരിച്ചാൽ കുഴപ്പമില്ല. പിന്നെ ജനുവരി 17th എനിക്ക് എക്സാം. എനിക്ക് ഒന്നും ഓർമ്മയില്ല. പിന്നെയും ഞാൻ റിവിഷൻസ് അല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ ശരിക്കും പഠിക്കുമായിരുന്നു. ഞാൻ ഡിസംബറിൽ ഇവിടെ വന്നു, എനിക്ക് അച്ഛൻ്റെ ഇന്ന് അനുഗ്രഹം വാങ്ങാൻ പറ്റി. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. എനിക്ക് ഉറപ്പായിരുന്നു ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ട് എനിക്കിത് പാസ്സാവാൻ പറ്റത്തില്ല. ഞാൻ എക്സാം ഹാളിൽ ചെന്നപ്പോഴായാലും രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ചു. എന്നിട്ടായിരുന്നു എനിക്ക് 7 മണിക്കായിരുന്നു റിപ്പോർട്ടിംഗ് ടൈം. ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേയും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്ട്രിക്റ്റ് ചെക്കിംഗ് ആയിരുന്നു. അമ്മ എനിക്ക് എൻ്റെ ഡ്രസ്സിൽ ലോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ച് തന്നു. ആദ്യത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ 150 ക്വസ്റ്റ്യൻസ് വെച്ചാൽ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞാൽ ബ്രേക്ക്, പിന്നെ രണ്ടാമത്തെ പാർട്ട്, അങ്ങനെയായിരുന്നു. ഞാൻ ഓരോ വചനവും എൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അമ്മ മാതാവിനെ പൂർണ്ണമായി വിശ്വസിച്ച് ആദ്യത്തെ പാർട്ടിലാണെങ്കിൽ എനിക്ക് ടെൻഷൻ കാരണം ക്വസ്റ്റ്യൻ വായിക്കുന്നു, എനിക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. എനിക്ക് ആദ്യത്തെ പാർട്ടി 2 ക്വസ്റ്റ്യൻ വിട്ടുപോയി. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അല്ലേലേ എല്ലാവരും ഫെയിലാവുമോ, ഇനി ഞാൻ എൻ്റെ കാരണത്താൽ തന്നെ ഞാൻ 2 ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യത്തെ പാർട്ടി തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി. ഞാൻ തിരിച്ചിറങ്ങി വന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് ബുക്കൊന്ന് മറിച്ച് നോക്കി. ഞാൻ പ്രാർത്ഥിച്ച് അധികം ഒന്നും നോക്കിയില്ല. ഞാൻ ഹാളിൽ പിന്നെയും തിരിച്ചു കയറി. ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഇരുന്ന സ്ഥലത്തും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പ്യൂട്ടറിലും അമ്മ എനിക്ക് തൈലം പൂശി തന്നിരുന്നു തലയിൽ. അത് ഞാൻ കുരിശ് വരച്ചു. ഞാൻ മൗസിൻ്റെ അവിടെ ആരും കാണാതെ കുറച്ച് ഉപ്പ് വെതറി ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പാസ്സാവാൻ പറ്റത്തുള്ളൂ. അല്ല, സെക്കൻഡ് പാർട്ടായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കഴിയുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനെങ്കിലും എനിക്ക് അറിയാവുന്നതായിരിക്കണേ, അങ്ങനെയെങ്കിലും എനിക്ക് സമാധാനത്തോടൊന്ന് എഴുതാൻ പറ്റണേ. അങ്ങനെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് ഞാൻ പഠിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അതെനിക്ക് ഒരു സംശയമില്ലാതെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അങ്ങോട്ട് ഭയങ്കര ക്ലിനിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസായി. 6 ലൈൻ ക്വസ്റ്റ്യൻസൊക്കെ. അത് 1 മിനിറ്റിലാണ് ഒരു ക്വസ്റ്റ്യൻ വായിച്ച് തീർക്കണ്ടേ. ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ഞാനൊരു ആൻസർ മനസ്സിൽ ഉറപ്പിക്കുമ്പം ഓപ്ഷൻസ് നോക്കുമ്പം എല്ലാം ഒരേപോലെ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരുന്നു. ഞാൻ പിന്നെ ഒന്നും അധികം സമയം കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ക്വസ്റ്റ്യൻസ് വിട്ടുപോകുന്നു പേടിച്ചിട്ട് ഞാൻ അമ്മ മാതാവിനെ വിശ്വസിച്ച് ഞാൻ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തു. ഞാൻ എക്സാം കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ എന്നിട്ട് ഇറങ്ങാൻ നേരത്ത് അവിടുത്തെ ഗേറ്റിൻ്റെ അവിടെ കുറച്ച് ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കിനി ഈ ഒരു എക്സാം എഴുതാൻ ഒന്നുകൂടെ ഈ സെൻറ്ററിൽ വരല്ലേ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നപ്പോഴും എല്ലാവരും നല്ല സങ്കടത്തിലായിരുന്നു. പിന്നെ ഫ്രണ്ട്സും പറഞ്ഞു നല്ല പാടായിരുന്നു. ടീച്ചേഴ്സും ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് ഭയങ്കര പാട്. അങ്ങനെ ടീച്ചേഴ്സും പറഞ്ഞു ഈ വട്ടത്തെ എക്സാം ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഞങ്ങൾ എഴുതുന്ന എവിടെ പോയാലും തടസ്സങ്ങളാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അമ്മ മാതാവിനെ പൂർണ്ണമായും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ഫ്രണ്ട്സ് പറയുമായിരുന്നു അന്ന് 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ കൂട്ടുകാർ ഫ്രണ്ട്സ് എല്ലാം സ്റ്റുഡൻസ് ഓർമ്മയുള്ള ടോപ്പിക്സ് ക്വസ്റ്റ്യൻസ് ആക്കി. അതായത് നമുക്ക് കറക്റ്റായിട്ട് ഒരിക്കലും ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അത്ര ക്ലിനിക്കൽ രീതിയിലായിരുന്നു ഈ വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചത്. എയിംസ് ലെവലിലായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഒരിക്കലും അതൊരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെ അല്ലായിരുന്നു, നീറ്റ് PG ലെവലിലായിരുന്നു. അപ്പം അവർ ഫ്രണ്ട്സ് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ടീച്ചേഴ്സ് ഒരു ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തു, അതിനായിട്ടുള്ള ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളൊരു എക്സാം എഴുതി ഒന്ന് റിലാക്സ് ആവുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ആൻസേഴ്സ് വന്നു തുടങ്ങി.
അപ്പോൾ എനിക്കങ്ങ് ടെൻഷനായി. അപ്പം കുട്ടികളെല്ലാം ഗ്രൂപ്പിൽ പറയുക, പെട്ടെന്ന് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയുക, പെട്ടെന്ന് റീകോൾ PDF ഇറക്കണം, അപ്പോൾ അവർക്ക് മാർക്ക് കൂട്ടാലോ, അപ്പോൾ അവർക്കൊന്ന് ഇതാവല്ലോ. ഞാൻ ഒരു റീകോൾ PDF നോക്കിയില്ല. ഞാൻ റിസൾട്ട് വരുന്നവരെ ഞാൻ ഫോൺ എടുക്കാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. കാരണം ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ടെൻഷനാവും ഭയങ്കരമായിട്ട്. പിന്നെ ആ സമയത്ത് ഞാനും അമ്മയും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും. അമ്മ എന്നോട് പറഞ്ഞു, നീ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, അമ്മ മാതാവ് കൈവിടില്ല. അങ്ങനെ എൻ്റെ കൂട്ടുകാരി ഒരു ദിവസം ഇതേപോലെ വിളിച്ചു പറഞ്ഞു, അയ്യോ ഞാനൊരു ക്വസ്റ്റ്യൻ നോക്കി, എനിക്കറിയാവുന്ന ക്വസ്റ്റ്യനായിട്ട് പോലും എനിക്കത് മാർക്ക് ചെയ്യാൻ പറ്റിയില്ല, മിക്കവാറും ഫെയിലാവും. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞത്. എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ പാസ്സാവും എന്നുള്ളത്. അങ്ങനെ ഈ ജനുവരി 29 വൈകിട്ട് ഒരു 7 മണിയായപ്പോഴാണ് റിസൾട്ട് വന്നത്. രാവിലെ അമ്മ പ്രാർത്ഥിച്ച്, ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ നോക്കിക്കോ, ഇന്ന് വൈകിട്ട് എന്തായാലും റിസൾട്ട് വരും, എന്തായാലും വൈകിട്ട് ഒരു 7 മണിക്കുള്ളിൽ റിസൾട്ട് വരും. അങ്ങനെ ഞാൻ ഫോൺ നോക്കിയില്ല. പെട്ടെന്ന് ഞാൻ പോയി ഫോൺ നോക്കിയപ്പം വാട്സപ്പിൽ ഫുള്ള് PDFs കിടക്കുന്നു. ചുമ്മാ എടുത്ത് നോക്കി. PDF തുറക്കുന്നതിന് മുന്നേ ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ PDF തുറന്നത്. അമ്മ മാതാവിൻ്റെയും യേശുവിൻ്റെ അനുഗ്രഹം കാരണം എനിക്ക് ഈ എക്സാം പാസ്സാവാൻ പറ്റി. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരെയും കൊണ്ട് ഞാനിവിടെ വന്നിരുന്നു. എക്സാം കഴിഞ്ഞ് ഒരു സൺഡേ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, അമ്മ മാതാവ് എനിക്ക് അടുത്ത ആഴ്ച ഇവിടെ വന്ന് സന്തോഷത്തോടെ സാക്ഷ്യം പറയാൻ പറ്റണമേ, അമ്മയുടെ ഒരു സാക്ഷിയെ എന്നെ ഉയർത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹം കാരണം എനിക്കിന്ന് ഇവിടെ നിന്നൊരു സാക്ഷ്യം പറയാൻ സാധിച്ചു. കാരുണ്യപ്രവൃത്തിയായി ഞങ്ങൾ അനാഥാലയങ്ങളിൽ പോവുമായിരുന്നു. അവിടെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു തുക അവിടെ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായി ഞങ്ങൾ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഹോസ്പിറ്റലുകളിലും പേഷ്യൻസിനൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞാൻ അവിടെ ആയിരുന്നപ്പോഴും അങ്ങനെ ഞാനൊരു 10th ക്ലാസ് തൊട്ടേ ചർച്ചിൽ പോകുന്ന ഒരാളാണ്. എന്നാലും അങ്ങനെ ഡീപ്ലി പ്രാർത്ഥിക്കുന്ന ഒരാളല്ല. കറക്റ്റായിട്ടൊരു ഇതൊരു വെച്ച് പ്രാർത്ഥിക്കുന്നതല്ല. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കറക്റ്റായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ അവിടെ പഠിച്ച സമയത്താണെങ്കിലും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ പോകുമായിരുന്നു. ന്യൂ ഇയറിൻ്റെ സമയത്തായാലും അവിടുത്തെ പ്രാർത്ഥനയിലെല്ലാം പങ്കെടുക്കുമായിരുന്നു. അത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ മാതാവും ഈശോൻ്റെ അനുഗ്രഹവും കൊണ്ട് എനിക്ക് വലിയൊരു വിജയം നൽകിയതിന് ഒത്തിരി നന്ദി. എൻ്റെ പേര് സൗമ്യ. ഞങ്ങൾ കോടഞ്ചേരി ഇടവകയിൽ നിന്നും വരുന്നു. ഞങ്ങൾ യുകെയിലാണ്, മാഞ്ചസ്റ്റർ എന്ന സ്ഥലത്താണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ബിബിൻ, ഇത് മൂത്ത മകൻ ബ്രയാൻ, രണ്ടാമത്തെ ആൾ ബ്രൈഡൻ, മൂന്നാമത്തെ ആൾ ബ്രൈറ്റ്സ്ലി. അമ്മ മാതാവിനും തിരുക്കുമാരനും 1 കോടി നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല. ഇന്ന് ഈ അൾത്താരയിൽ ഇവിടെ വന്ന് ഇത്രയും സാക്ഷ്യങ്ങൾ പറയുവാൻ എനിക്ക് ദൈവം തന്ന അനുഗ്രഹത്തെ ഓർത്ത് ഒരുപാട് നന്ദി പറയുന്നു. എനിക്ക് ആദ്യമായി ലഭിച്ചത്, ഞാൻ ആദ്യമേ ഉടമ്പടി എടുത്തത് ഓൺലൈനിൽ കൂടിയായിരുന്നു. അന്ന് 6 നിയോഗങ്ങൾ വെച്ചതിൻ്റെ അകത്ത് 5 നിയോഗങ്ങളും വിതിൻ 1 ഇയറിനുള്ളിൽ എനിക്കത് സാധിച്ചു കിട്ടി. ഫസ്റ്റ് OET പാസ്സാവുക, ഒരു ജോലി, UK ജോലി കിട്ടുക, ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു അവസരം തരിക, ഒരു കുഞ്ഞിനെയും കൂടി തരിക. 2 കുട്ടികളുണ്ടായിട്ട് മൂന്നാമതൊരു കുട്ടീനെയും കൂടി വേണമെന്ന് പറയുകയും അതിന് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടും ഞങ്ങൾക്ക് മൂന്നാമതൊരു കുഞ്ഞിനെ യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ അമ്മ മാതാവും തിരുക്കുമാരനും കൂടി നൽകി അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങൾ UK ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് 2024 ഒരു സ്കാം വഴി കുറച്ച് പൈസ നഷ്ടപ്പെടുകയും ഒരു നല്ലൊരു എമൗണ്ട് ആയിരുന്നു. നമുക്ക് UK പൈസ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ അത് നല്ലൊരു എമൗണ്ട് ആയിരുന്നു. അന്നേരം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും ഡെയിലി ബ്രെഡ് എന്ന പരിപാടി കൂടി എൻ്റെ ഫ്രണ്ട്സിന് ഒത്തിരി പേർക്ക് ആദ്യം 40-45 പേർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ അവർ ഇങ്ങോട്ടേക്ക് അയച്ചു തരാൻ തുടങ്ങിയപ്പോൾ അവരത് സബ്സ്ക്രൈബ് ചെയ്യുകയും അവരത് കാണുകയും ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അത് കുറച്ച് അറിയത്തില്ലാത്ത ആൾക്കാർക്ക് അയച്ചു കൊടുത്തത് മൂലം എനിക്ക് ആ പൈസ തിരിച്ചു കിട്ടി. ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു.
അടുത്തതായിട്ട് ഞങ്ങൾക്കൊരു വീട് എന്നൊരു സ്വപ്നമുണ്ടായിരുന്നു. ആദ്യമേ ഫസ്റ്റത്തെ 6 നിയോഗങ്ങളിൽ നാട്ടിലൊരു വീടായിരുന്നു. ആ നാട്ടിലൊരു വീട് ഞങ്ങൾക്ക് 8 മാസത്തിനുള്ളിൽ പെരെ കയറിക്കൂടി വെഞ്ചരിച്ച് കയറിക്കൂടി അവിടെ കിടന്നതിന് ശേഷം എനിക്ക് UK പോകാനുള്ള അവസരം ദൈവം നൽകി. അത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം വിതിൻ 1 ഇയറിനുള്ളിൽ ഞാൻ ഡിസംബർ 15 ഓൺലൈൻ ഉടമ്പടി എടുത്തു. അടുത്ത ഡിസംബർ 12 തീയതി എനിക്ക് UK ഒരു വീടിന് കീ കിട്ടി. ദൈവം അനുഗ്രഹിച്ചു. പിന്നെ ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഈ പ്രാവശ്യം ഞങ്ങൾ വെക്കേഷൻ എടുത്ത് ഇവിടെ ഇപ്പം 15 ദിവസത്തെ ലീവിന് വേണ്ടി മാത്രമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സാലറിക്കകത്തുനിന്ന് തന്നെ നമുക്ക് അവിടുന്ന് ചാരിറ്റി ഫണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫണ്ട്, ഒരു ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും അത് സാലറി കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞാനത് കിട്ടുമ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് അത് കട്ട് ചെയ്തതിന് ശേഷമാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് സാലറി വരുന്നത്. അതുകൂടാതെ ഇവിടുത്തെ ചാരിറ്റികളിലേക്കൊക്കെ ആണെങ്കിലും അനോണിമസ് ആയിട്ടും ഫ്രണ്ട്സ് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അക്കൗണ്ട് ത്രൂ ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കസിൻസിനാണെങ്കിലും ഇപ്പോൾ അവർക്കുടെ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ അവരോട് അക്കൗണ്ട് നമ്പർ അയച്ചു തരാൻ പറയുകയും പൈസ കൊടുക്കുകയും ആരോടും പറയരുത്, കാരണം മറ്റുള്ളവർ അറിയണ്ടല്ലോ എന്നോർത്തുകൊണ്ട് ആരോടും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആത്മീയ പ്രവൃത്തികളായിട്ട് ആദ്യമേ പറഞ്ഞല്ലോ, ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും ഒന്നുകിൽ ഇന്ത്യൻ ടൈമിൽ അല്ലെങ്കിൽ UK ടൈമിൽ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും. ദിവസവും എല്ലാ ഫ്രണ്ട്സിനും തന്നെ അയച്ചു കൊടുക്കും. പിന്നെ നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഇവിടെ ഫ്രണ്ട്സ് വന്നു കഴിയുമ്പോൾ അവരോട് ഇംഗ്ലീഷിലുള്ള പത്രം മേടിച്ചുകൊണ്ട് വരുവാൻ പറഞ്ഞിട്ട് അത് നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർക്കും നോൺ മലയാളീസ് ആയിട്ടുള്ളവർക്കും ഇംഗ്ലീഷുകാർക്കും ഒക്കെ അത് കൊടുത്ത് അവരോട് മാതാവിനെ പറ്റി പറയുകയും എനിക്കുണ്ടായ സാക്ഷ്യത്തെ പറ്റി പറഞ്ഞ് അവർക്ക് വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്, ഒരു ഇംഗ്ലീഷുകാരത്തിയാണ്. അന്നേരം ആ പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ 17 വർഷമായി പള്ളിയിൽ പോയിട്ട്, ഞാനൊരു റോമൻ കാത്തലിക്കാണ്, പക്ഷേ ഞാൻ അന്ന് ചെറുപ്പകാലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 17 വർഷമായി ഞാൻ പോയിട്ടില്ല. പക്ഷേ നീ നിനക്കുള്ള ഈ സാക്ഷ്യങ്ങൾ കേട്ടത് മൂലം ഞാൻ ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ആദ്യമേ തന്നെ എനിക്കൊരു കൺഫെഷൻ ചെയ്യണം, അതിന് ശേഷം ഞാൻ പള്ളിയിൽ പോകും എന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ക്രിസ്മസിന് അവർ പള്ളിയിൽ പോയ കാര്യം എൻ്റെ അടുത്ത് വന്നിച്ചിട്ട് പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ആക്സിഡൻറ്റ് മൂലം ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കവണൻ്റ് ഉണ്ട്, ഫിലിപ്പിനോയാണ് ആൾ. പക്ഷെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എപ്പോഴും ഉപ്പ് എൻ്റെ ബാഗിലുണ്ടാകുമായിരുന്നു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് അവരുടെ പുറത്ത് തൂത്തു കൊടുത്തു. അതിന് പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയ ആത്മീയ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇപ്പോൾ ഇംഗ്ലീഷ് പീപ്പിൾ ആണെങ്കിലും അവരുടെ അടുത്ത് കൊടുത്തു കഴിയുമ്പോൾ ഈ കൃപാസനത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് ഇംഗ്ലീഷിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവരെൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, ഇതിൻ്റെ ഇപ്പം നമ്മൾ ഡെയിലി ബ്രെഡ് മലയാളത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ തരുമോ എന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് എനിക്കിപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് കിട്ടുകയും അത് ഞാൻ എൻ്റെ നോൺ മലയാളീസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് അത് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ അവിടെ മാഞ്ചസ്റ്ററിലുള്ള നമുക്ക് മരിയൻ കൂട്ടായ്മ, മാഞ്ചസ്റ്റർ മരിയൻ കൂട്ടായ്മ എന്നുള്ളൊരു കൂട്ടായ്മയുണ്ട്. അതിൻ്റെ അകത്ത് ഒരു മെമ്പറാണ്. അതിൽ എനിക്ക് അഖണ്ഡ ജപമാല റാലിയിൽ ഇവിടെ കൂടാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് അവിടെ മാഞ്ചസ്റ്ററിൽ കൂടാൻ പറ്റിയായിരുന്നു ഹസ്ബൻഡും പിള്ളേരുമായിട്ട്. പിന്നെ എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി സാക്ഷ്യങ്ങൾ, ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ഹസ്ബൻഡിന് UK ഒരു ജോലിയും ഞങ്ങൾക്ക് UK ഫാമിലിയായിട്ട് സെറ്റിലാകാനുള്ള കഴിവ്, അനുഗ്രഹങ്ങൾ, അങ്ങനെ എല്ലാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എനിക്ക് തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു.